ചെറിയ ചെറിയ സെക്കൻഡുകൾ കൊണ്ട്, പ്രിയമുള്ളവരെ, ചെറിയ ചെറിയ സെക്കൻഡുകൾ കൊണ്ട് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള സുന്നത്തുകൾ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ആരെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ്, ഏതാണ് സൂറത്ത്? ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത്, അത് ഖുർആനിന്റെ 1/3 ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ടുണ്ടെങ്കിൽ അത് ഖുർആനിന്റെ തഅദിലു സുലുസൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 ഓതിയ കൂലിയാണ് ഒരു പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ടുണ്ടെങ്കിൽ. 10 സെക്കൻഡിൽ താഴെ മതി ഒരു ഇഖ്ലാസ് ഓതാൻ. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അതെ, ഒരു മനുഷ്യൻ അന്നഹാ തഅദിലു സുലുസൽ ഖുർആൻ ഇദാ കററഹാ 3 കാന ബിമസാബതി മിൻ ഖത്മിൽ ഖുർആൻ. 3 സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഖത്തം തീർത്ത കൂലിയാണ്. ആലോചിച്ച് നോക്കണം, 3 സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഖത്തം തീർത്ത കൂലിയാണ്. അത് ഈ ഒരു നിയ്യത്തോടു കൂടി അർത്ഥം മനസ്സിലാക്കി ഓതിയിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, കേവലം സെക്കൻഡുകൾ കൊണ്ട് 10, 20, 30 സെക്കൻഡ് കൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ഓതിയ കൂലി ലഭിക്കുന്നു. സെക്കൻഡുകൾ കൊണ്ട് സുന്നത്തുകൾ വമ്പിച്ച പ്രതിഫലം 2 ലോകത്തും കിട്ടുമെന്ന് റസൂലുള്ള പഠിപ്പിച്ച എമ്പാടും സുന്നത്തുകൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മൻ ഖറാ ബി ആയതൈനി മിൻ ആഖിരി സൂറത്തിൽ ബഖറ ഫീ ലൈലത്തിൻ കഫതാഹു. ഒരു മനുഷ്യൻ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ, ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി, കണ്ടോ കാണാതെയോ ഒരാൾ ഓതിയിട്ടുണ്ടെങ്കിൽ 30 സെക്കൻഡിൽ താഴെയാണ് സഹോദരന്മാർ അതിന്റെ സമയം. എത്രയാണ്? 30 സെക്കൻഡിൽ. കഫതാഹു, അവനതു മതി. എന്താണ് കഫതാഹു? പണ്ഡിതന്മാര് പറയട്ടെ, ദുനിയാവിലും ആഖിറത്തിലുമുള്ള സർവ്വ നന്മകൾക്കും അത് മതി. എത്രയാണ് സമയം? 30 സെക്കൻഡ്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ പറയപ്പെട്ട ഈ വിശുദ്ധ സൂറത്തുൽ ഇഖ്ലാസിന്റെ പ്രതിഫലം ഈ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല, ഒരു ദിവസവും നഷ്ടപ്പെടാൻ പാടില്ല. ഒരു മനുഷ്യൻ രാത്രി അത് കിടക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ മഗ്രിബോട് കൂടി രാത്രി തുടങ്ങുന്ന മനുഷ്യന് ഇല്ലേ, ഒരു മനുഷ്യന്റെ ജീവിതം മഗ്രിബോട് കൂടി തുടങ്ങണേ. രാത്രി എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു മനുഷ്യൻ രാത്രി ഈ 2 ആയത്തുകൾ, സൂറത്തുൽ ബഖറയിലെ 2 ആയത്തുകൾ, അത് ഒരു മൊബൈൽ നോക്കിയിട്ടോ വിശുദ്ധ ഖുർആൻ നോക്കിയിട്ടോ കുറച്ച് ദിവസം ആവർത്തിച്ചാൽ അത് മനഃപ്പാഠമാകുന്നു. ഒരു മനുഷ്യനത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, അത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അവനത് മതി എന്നാര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയാണ്? 1 മിനിറ്റ് പോലും സമയം വേണ്ട. 1 മിനിറ്റ് പോലും സമയം വേണ്ട. സെക്കൻഡുകൾ കൊണ്ട് എല്ലാം കരസ്ഥമാക്കാൻ പറ്റിയ സുന്നത്തുകൾ അത് ചെയ്യാനാളില്ല. ബിദ്അത്തുകൾ വാരിക്കുട്ടാനും ബിദ്അത്തുകൾക്ക് പ്രോത്സാഹനം നൽകാനും ഇവിടെ ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അന്നമൻ ഖറാഹ യഅനി ആയത്തുൽ കുർസി, ഒരു മനുഷ്യൻ ആയത്തുൽ കുർസി പാരായണം ചെയ്യുകയാണ്, ഇൻദൻ നൗമി ലാ യസാലു അലൈഹി മിനല്ലാഹി ഹാഫിളുൻ വലാ യഖറബുഹു ശൈത്താനുൻ അത്താ യുസ്ബിഹ്. ആയത്തുൽ കുർസി നമുക്കെല്ലാവർക്കും അറിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആയത്താണ്, ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്ത്. എന്താണ് അതിന്റെ പ്രതിഫലം? റസൂലുള്ള പറയാണ്, ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഒരാൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ രാവിലെ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണത്തിലാണ്. ആ സമയത്ത് അയാൾ മരിച്ചു പോയാൽ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായിക്കൊണ്ട് മരിച്ചു പോകുന്നു. അതേപോലെ തന്നെ രാവിലെ വരെ ശൈത്താനിന് ആ മനുഷ്യനെ സമീപിക്കാൻ സാധ്യമല്ലെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. രാത്രി നമസ്കാരത്തിലേക്ക് എണീക്കാൻ, അതേപോലെ തന്നെ രാത്രി നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണവും ശൈത്താനിൽ നിന്നുള്ള പരിപൂർണമായ, അവൻ എണീക്കുന്നത് വരെ ശൈത്താനിൽ നിന്നുള്ള പരിപൂർണമായ സുരക്ഷിതത്വവും 10, 20 സെക്കൻഡ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്തിട്ട്, എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കത് കിട്ടുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു, മൻ ഖറഅഹ ബഅദ കുല്ലി സ്വലാത്തിൻ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലാ അൻ യമൂത്ത്. ഈ ആയത്തുൽ കുർസി 20 സെക്കൻഡുകൾ കൊണ്ട്, അതിൻ്റെ താഴെയുള്ള സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ഓതി തീർക്കാൻ പറ്റുന്ന ഈ ആയത്തുൽ കുർസി ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഒരാൾ പാരായണം ചെയ്യുന്നു. എപ്പോഴാണ്? ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നു. അയാൾക്ക് സ്വർഗം കിട്ടാൻ തടസ്സം അയാൾ മരണപ്പെടുക എന്നുള്ളതാണ്. മരിച്ചതിൻ്റെ ശേഷം സ്വർഗം കിട്ടുള്ളൂ. മരിച്ചാൽ സ്വർഗമാണ് ഈമാനുള്ളവനാണെങ്കിൽ എല്ലാ 5 വക്ത് ഫർളുകൾക്ക് ശേഷവും ആയത്തുൽ കുർസി ചൊല്ലുന്ന ആളാണെങ്കിൽ അയാൾ മരിച്ചാൽ സ്വർഗമാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സെക്കൻഡുകൾ കൊണ്ട് സ്വർഗം നേടാൻ പറ്റുമെന്ന് പഠിപ്പിക്കുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യൻ സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്ന് 100 പ്രാവശ്യം പറയുന്നു. എന്താ പറയേണ്ടത്? സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്നൊരു മനുഷ്യൻ 100 പ്രാവശ്യം പറയുന്നു. എത്ര സെക്കൻഡുകൾ വേണം? 2 മിനിറ്റിന്റെ താഴെ മതി പ്രിയമുള്ളവരെ. എന്താണ് പ്രോഫിറ്റ്? എന്താണ്
പ്രോഫിറ്റിന്റെ ആളുകളാണ് നമ്മൾ. പ്രോഫിറ്റിന്റെ പിന്നാലെ നമ്മൾ പോകുകയും വേണം, ഹലാലായ പ്രോഫിറ്റിന്റെ പിന്നാലെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഒരു മനുഷ്യന്റെ പാപങ്ങൾ കടലിലെ നുരയോളം പാപങ്ങൾ ഉണ്ടെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ർ ഒരു മനുഷ്യൻ 100 പ്രാവശ്യം ചൊല്ലാൻ, അഥവാ 2 സെക്കൻഡിൽ താഴെ ചുണ്ടുകൾ അനക്കാൻ, നാവനക്കാൻ അയാൾ തയ്യാറാണെങ്കിൽ, കടലിൽ നുരയോളം പാപങ്ങൾ ഉണ്ടെങ്കിലും പാപങ്ങൾ പൊറുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു മനുഷ്യൻ wudu എടുത്തതിന് ശേഷം, പരിപൂർണമായ wudu എടുത്തതിന് ശേഷം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വ ജഅൽനി മിനൽ മുതതഹിരീൻ എന്ന 15 സെക്കൻഡ് താഴെ, 10 സെക്കൻഡിൽ താഴെയുള്ള wuduവിന് ശേഷമുള്ള ദിക്ർ ഒരാൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നതി 8 യദ്ഖുലു മിൻഹാ അയ്യുഹാ ശാ. അതേ, അയാൾക്ക് സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുത്തിട്ട്, ഏതിലൂടെയാണ് താങ്കൾ കടക്കാൻ ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, അതിലൂടെ കടന്നുകൊള്ളൂ എന്നുള്ള ആശീർവാദം കേട്ടുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് കടക്കാമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര സെക്കൻഡ് വേണം സഹോദരന്മാരെ ഒരു സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാൻ? എത്ര സെക്കൻഡ് വേണം സഹോദരന്മാരെ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പോലെ ആയത്തുൽ കുർസി ഒരു രാത്രി പാരായണം ചെയ്യാൻ, അല്ലെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് പാരായണം ചെയ്യാൻ, ആമന റസൂലും അതിന് തൊട്ടടുത്തുള്ള ആയത്തും, അതേ ചെറിയ 20-30 സെക്കൻഡുകൾ മാത്രമുള്ള ആമൻ റസൂൽ പാരായണം ചെയ്യാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചുണ്ടനക്കാൻ എത്ര സെക്കൻഡുകൾ ആവശ്യമുണ്ട്? എത്രയാണ് കൂലി? പ്രിയമുള്ളവരെ, ഈ സുന്നത്തുകളെല്ലാം മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സ്വർഗം നേടാൻ വേണ്ടി, നമുക്ക് 2 ലോകവും ഭാസുരമാക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ളതാണെങ്കിൽ ബിദ്അത്തിന്റെ പിന്നാലെയല്ല പോകേണ്ടത്. ബിദ്അത്തുകൾ, നിങ്ങൾ ഏത് ബിദ്അത്തുകളും എടുത്ത് പരിശോധിച്ച് നോക്കൂ, വലിയ ഭാരമാണ്, മാമൂലികളാണ്, പ്രയാസങ്ങളാണ്. 100 വക്താണ്, 100 റക്അത്താണ് നമസ്കാരം. അതേപോലെ തന്നെ ഇല്ലാത്ത നോമ്പുകളാണ്, ഇല്ലാത്ത കാര്യങ്ങളാണ്. ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതത്തിൽ പുരോഹിതന്മാരുണ്ടാക്കിയതാണ്. അല്ലാഹുക്ക് ബന്ധമില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉത്തരവാദിത്തമില്ല. അതുകൊണ്ട് ഈ സുന്നത്തുകൾ, ഞാൻ ഇന്നിപ്പോൾ ഇവിടെ പറഞ്ഞ സുന്നത്ത് എനിക്കോ നിങ്ങൾക്കോ നമ്മുടെ കുടുംബത്തിനോ ഇത് കേട്ടതിന് ശേഷം നഷ്ടപ്പെടാൻ പാടില്ല. സെക്കൻഡുകളുടെ കാര്യമേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദീന് പരിപൂർണമായി ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിൽ പരിപൂർണമായി കൊണ്ടു നടക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിലുള്ള രോഗികൾക്കെല്ലാം അല്ലാഹു ശമനം നൽകുമാറാവട്ടെ. നമ്മുടെ ഒരു കാരണവർ ഒരു ചെറിയ ഓപ്പറേഷന് വിധേയമാവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അസുഖം ഭേദമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ കൂടെ ഇബാദത്തിലും അതേപോലെ തന്നെ മറ്റുള്ള സജീവമായ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ കാരണവർ കൂടുതൽ ദീനിയായി ജീവിക്കാനും ഉള്ള തൗഫീഖ് നമുക്കും അദ്ദേഹത്തിനുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാവട്ടെ. റമളാനിൽ സജീവമായി ജീവിക്കാൻ ആരോഗ്യവും ആഫിയത്തും അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار وأدخلنا الفردوس يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.